വീണ്ടും നമ്മൾക്ക് ലെയർ സെറ്റിംഗ് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഫോർമാറ്റിലെ ലെയറിൽ പോകുന്നു. ഇനി ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളത് ലൈൻ വെയിറ്റ് ആണ്. നോക്കാം, ഇവിടെ ഒരു ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂവിലാണ് ഇപ്പോൾ ലൈൻ വെയിറ്റ് കിടക്കുന്നത്. നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡിഫോൾട്ടിലേക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഡിഫോൾട്ടാണ് വാല്യൂ കിടക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ലൈൻ വെയിറ്റ് 0.00 അല്ലെങ്കിൽ 0.05 അങ്ങനെ അല്ലെങ്കിൽ 0.09 ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് താഴേക്ക് വരാം. 2.111 വരെ മാക്സിമം ഉണ്ട്. അപ്പം നമുക്ക് ലൈൻ തിക്നെസ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം 0.05 ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 0.09 ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ 0 എന്ന് പറയുന്ന ലെയറിന് ഇപ്പോൾ 0.09 mm ലൈൻ വെയിറ്റ് ഉണ്ട്. വീണ്ടും ശ്രദ്ധിക്കുക, നമുക്ക് ഡിഫോൾട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഡിഫോൾട്ടിലേക്കാകും. ഇങ്ങനെ നമുക്ക് ഓരോ ലെയറിൻ്റെയും ലൈൻ വെയിറ്റ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെയുള്ള ലാസ്റ്റ് ഓപ്ഷൻ ഷോ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ലെയറിൻ്റെ 0 എന്ന് പറയുന്ന ലെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കളറ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, റെഡാണ്. അതിവിടെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലൈൻ വെയിറ്റ് ഡിഫോൾട്ടാണ്. നോക്കാം, നമുക്ക് ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ആ ലൈൻ വെയിറ്റ് ചേഞ്ച് ചെയ്യാം. നോക്കാം, ലൈൻ ടൈപ്പ് അത് സെൻട്രൽ ലൈനാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് തിരികെ ഇപ്പോൾ ഹൈഡ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചാൽ ഇത് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഹൈഡ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരാം. ഇങ്ങനെ നമുക്ക് ലെയർ സെറ്റിങ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലെയർ സെറ്റിങ് ഓട്ടോകാഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. ഡ്രോയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെയർ സെറ്റിങ്. വീണ്ടും ഇവിടെ ശ്രദ്ധിക്കുക, ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നമ്മളിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കറണ്ട് ലെയർ എന്ന് പറയുന്നത് CON എന്ന് പറയുന്ന ലെയറാണ്. ആ ലെയറിനെ ബേസ് ചെയ്താണ് കളർ കൺട്രോളിലെ കളറ് ആ ലെയറിന് കൊടുത്തേക്കുന്ന കളർ തന്നെ നമുക്ക് കിട്ടും. ഈ കളർ ഗ്രീനാണ്, ആ ഗ്രീൻ കളർ തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ലൈൻ ടൈപ്പ് കൺട്രോളാണ്. നമ്മൾ CON ലെയറിന് നമ്മൾ കണ്ടിന്യൂസ് ലൈൻ ടൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ബൈ ലെയർ തന്നെ ലൈൻ ടൈപ്പിലും തന്നെ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ ലൈൻ വെയിറ്റ്, ഇതിൽ ലൈൻ വെയിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ ലൈൻ വെയിറ്റ് ഡിഫോൾട്ടാണ്. ആ ഡിഫോൾട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇപ്പം നമ്മൾ ഡ്രോയിൽ പോയൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് CON ലെയറിൽ ആ CON ലെയറിന് നമ്മൾ ഏത് കളറാണോ കൊടുത്തിരിക്കുന്നത് ആ കളറിലുള്ള ലൈനും, അതേപോലെ തന്നെ നമ്മൾ ലൈൻ ടൈപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ലൈൻ ടൈപ്പ്, അതായത് കണ്ടിന്യൂസ് ലൈൻ ടൈപ്പ് കിട്ടി. ഇനി ലൈൻ വെയിറ്റ് നമ്മൾ ഡിഫോൾട്ടാണ്, ആ ഡിഫോൾട്ടിലുള്ള ഒരു ലൈൻ വരയ്ക്കാൻ സാധിച്ചു. ഇനി നമ്മൾ ഇവിടെ പോയിട്ട് കളർ കൺട്രോളിൽ പോയിട്ട് ആ കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. വേറെ ഏതെങ്കിലും ഒരു കളർ സിയാൻ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു ഡ്രോ ലൈൻ എടുത്തിട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ കളർ നമ്മളിവിടെ സെലക്ട് ചെയ്ത കളറിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ സാധിക്കും. അത് പക്ഷേ ലൈൻ ടൈപ്പിൽ നമ്മൾ ബൈ ലെയറാണ്. അപ്പോൾ ഈ ലെയറിനെ ബേസ് ചെയ്തിട്ടാണ് കളർ മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും, ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ ബൈ ലെയർ ലൈൻ ടൈപ്പ് കൺട്രോളിൽ വന്നിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഹിഡൻ കൊടുത്തു. ഇപ്പം ഇവിടെ കളർ കൺട്രോളിൽ സിയാൻ കൊടുത്തു, ഇവിടെ ഹിഡനും കൊടുത്തു. ഇനി ഒരു ലൈൻ വരച്ചു നോക്കാം, ഡ്രോ ലൈൻ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഹിഡൻ ലൈനാണ്. ലൈൻ ടൈപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കളറും മാറിയിട്ടുണ്ട്, ലൈൻ ടൈപ്പും മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ലൈൻ വെയിറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ലെയർ സെറ്റിംഗ് മാറ്റിയിട്ട് അതിൽ നിന്ന് ഡിഫോൾട്ട് വാല്യൂ മാറ്റിയിട്ട് 0.05 mm തിക്നെസ്സിൽ ലൈൻ വരയ്ക്കാൻ പോകണം. ഡ്രോ ലൈൻ നോക്കാം. ഇപ്പോൾ ഈ ലൈനിനെ നമ്മളൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് അറിയാൻ പറ്റും. അത് 0.05 mm ലൈൻ വെയിറ്റ് ഉള്ളതും ഹിഡൻ ലൈനാണ്. ലൈൻ ടൈപ്പ് ഹിഡൻ ലൈനാണ്. അതേപോലെ കളറ് സിയാൻ കളറാണ്. അതേപോലെ തന്നെ അടുത്ത ലൈനെ ഒന്ന് സെലക്ട് ചെയ്താൽ അറിയാൻ പറ്റും. അത് സിയാൻ കളറാണ്. ലൈൻ ടൈപ്പ് ഹിഡൻ ആണ്. പക്ഷേ ലൈൻ വെയിറ്റ് ബൈ ലെയറിൽ തന്നെ. ബൈ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫോൾട്ടാണ്. വീണ്ടും നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി അടുത്ത ലൈനെ ഒന്ന് സെലക്ട് ചെയ്യാം. നോക്കാം, ഇവിടെ ബൈ ലെയറാണ്, ഇത് ബൈ ലെയറാണ്. ഇവിടെ ചേഞ്ച് കളറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോ ലെയർ ഉപയോഗിച്ച് പല കളർ കൊടുത്തും പല ലൈൻ ടൈപ്പിലും പല ലൈൻ വെയിറ്റിലും നമുക്ക് ഡ്രോയിങ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഈ ഇട്ടിരിക്കുന്ന ലൈന് കണ്ടിന്യൂസ് ലെയറിലാണ്.
എല്ലാം കളർ കൺട്രോൾ ബൈ ലെയറിലാണ്. ലൈൻ ടൈപ്പ് എന്ന് പറയുന്നതും ബൈ ലെയറിലാണ്. പക്ഷേ ഇവിടെ ഡിഫോൾട്ടിലാണ് ഇതിൻ്റെ ലൈൻ വെയിറ്റ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ബൈ ലെയറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിഫോൾട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ബൈ ലെയർ തന്നെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ബൈ ലെയറിൽ തന്നെ വരുന്നു. ഇനി അതേപോലെ തന്നെ എസ്കേപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ലെയർ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ CON ആണ്, അത് മാറ്റിയിട്ട് നമുക്ക് HID കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ, 0 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലെയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഡൗൺ ആരോ സെലക്ട് ചെയ്യുന്നു. ഇഷ്ടമുള്ള ലെയർ HID ആണെങ്കിൽ HID സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ലൈനിൻ്റെ ലെയർ സെറ്റിങ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമുക്കിപ്പം ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ലെയർ ചേഞ്ച് ചെയ്യാം. അതുപോലെ കളർ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡൗൺ ആരോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളറിനെ സെലക്ട് ചെയ്യാം. ലൈൻ ടൈപ്പ് കൺട്രോളിൽ വന്നിട്ട് നമുക്ക് ലൈൻ ടൈപ്പും സെറ്റ് ചെയ്യാം. അതുപോലെ ലൈൻ വെയിറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഫോർമാറ്റിൽ പോയും കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് നേരത്തെ കറണ്ട് കളർ റെഡ് ആയിരുന്നു, ഇപ്പോൾ അത് യെല്ലോ സെലക്ട് ചെയ്തപ്പോൾ യെല്ലോ ആയി. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളർ കൺട്രോൾ നോക്കുക, കളർ മാറിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഫോർമാറ്റിൽ പോയിട്ട് ലൈൻ ടൈപ്പ് വിളിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കറണ്ട് ലൈൻ ടൈപ്പ് ബൈ ലെയറാണ്. ശ്രദ്ധിക്കുക, അത് തന്നെയാണ് ബൈ ലെയറാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ട് ലൈൻ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ഏതാണോ നമുക്ക് വേണ്ടത് അതിന് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് കറണ്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ കറണ്ട് ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് ആയി. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ലൈൻ ടൈപ്പും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് ഒന്നും കൂടി ഫോർമാറ്റിൽ പോകാം. ലൈൻ വെയിറ്റ് ആണ് അടുത്തത്. ലൈൻ വെയിറ്റ് സെലക്ട് ചെയ്തു. നോക്കുക, കറണ്ട് ലൈൻ വെയിറ്റ് ബൈ ലെയറാണ്. ഇവിടെ ശ്രദ്ധിച്ചാലും അറിയാം കറണ്ട് ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത് ബൈ ലെയറാണ്. ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് ബൈ ലെയറാണ്. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഡിഫോൾട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 0.00 കൊടുക്കാം, 0.09 കൊടുക്കാം. അത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ലൈൻ വെയിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോർമാറ്റിൽ പോയി നമുക്ക് കളറും ലൈൻ ടൈപ്പും ലൈൻ വെയിറ്റും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഫോർമാറ്റിലെ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഫോർമാറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ നെയിം, ഇപ്പോഴത്തെ ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ സ്റ്റാൻഡേർഡാണ് കിടക്കുന്നത്. സ്റ്റൈൽ നെയിം സ്റ്റാൻഡേർഡാണ് കിടക്കുന്നത്. നമുക്ക് ആ സ്റ്റാൻഡേർഡിൽ നോക്കാം. ഫോണ്ടിൻ്റെ നെയിം txt.shx എന്ന് പറയുന്ന ഫോണ്ടാണ് നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ കിടക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ നെയിമിൻ്റെ ഫോണ്ടിൻ്റെ നെയിം ഇതായിരിക്കും. WP ഗ്രീക്ക് കൊറിയർ എന്നുള്ളതായിരിക്കും. അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാനും സാധിക്കും. വീണ്ടും നമുക്ക് സ്റ്റാൻഡേർഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. മുകളിലേക്ക് പോകാം. നോക്കാം, അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ നെയിമിന് ഫോണ്ട് ടെക്നിക്കായിരിക്കും. അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഒരു സ്റ്റൈലും കൂടെ ക്രിയേറ്റ് ചെയ്യണം, ഒരു ടെക്സ്റ്റ് സ്റ്റൈലൂടെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ന്യൂയിലേക്ക് വരിക. അപ്പോഴേക്ക് വേറെ ന്യൂ ടെക്സ്റ്റ് സ്റ്റൈൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റൈൽ 1 എന്ന് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. അതെല്ലാം നമുക്ക് വേറെ പേര് കൊടുക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് 2 അല്ലെങ്കിൽ STD2 എന്ന് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ സ്റ്റൈൽ നെയിം കിട്ടും. അപ്പോൾ അതിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഫോണ്ടിന് സ്റ്റൈൽ കൊടുക്കാം. ടെക്നിക് ബോൾഡ് കൊടുക്കാം. അപ്പോൾ പ്രിവ്യൂ ഇവിടെ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. വീണ്ടും ഇങ്ങനെ നമുക്ക് എത്ര സ്റ്റൈൽ നെയിം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് സ്റ്റൈൽ നെയിം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഓട്ടോകാഡ് അലേർട്ട് കിട്ടും. ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഇവിടെ സാധിക്കും. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾക്കൊരു പുതിയ ഓട്ടോകാഡ് ഫയൽ അല്ലെങ്കിൽ പുതിയൊരു ഡ്രോയിങ് ഫയൽ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫയൽ പോവുക, ന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഡ്രോയിങ് ഫയൽ കിട്ടും. അതിൻ്റെ അകത്ത് വരച്ചു തുടങ്ങുക. ശ്രദ്ധിക്കുക, ഡ്രോയിൽ ഞാൻ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ സെൻറ്റർ റേഡിയസ്, സെൻറ്റർ പോയിൻ്റ് കൊടുത്തു, റേഡിയസ് ഒരു 75 mm കൊടുത്തു, എൻ്റർ ചെയ്തു. നോക്കുക, നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് വിസിബിൾ അല്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ
ഇത് കാണാതിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സെറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കിൾ നമുക്ക് കാണാൻ കഴിയാത്തത്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിൽ പോയിട്ട് ഡ്രോയിങ് ലിമിറ്റ്സ് എന്ന് പറയുന്നൊരു സെറ്റിങ്സ് ഉണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡ്രോയിങ് ലിമിറ്റ്സ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് വരും. അത് എൻ്റർ ചെയ്ത് തന്നെ അങ്ങ് വിടുക. നോക്കുക, ഇപ്പോൾ സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ 12:9 എന്നുണ്ട്. അപ്പം 12 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സ്ക്രീനിൻ്റെ വിഡ്ത്തും 9 റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്രീനിൻ്റെ ഹൈറ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുത്ത സർക്കിളിൻ്റെ റേഡിയസ് 25 or 50 എന്താണ് കൊടുത്തത്. അപ്പോൾ അത് ഈ ലിമിറ്റിൻ്റെ വെളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ഡ്രോയിങ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഡ്രോയിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. 12 എന്നുള്ളത് ഞാൻ ഒരു 15,000 കൊടുക്കാം, കോമ വിഡ്ത്ത് ഇപ്പോൾ 15,000 ആയി. ഇനി ഹൈറ്റും 15,000 കൊടുക്കുകയാണ്. എൻ്റർ ചെയ്യുന്നു. ഇനി സൂം എക്സ്റ്റെൻഡ് കൊടുത്താൽ മതി. വ്യൂവിൽ പോയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സൂം എക്സ്റ്റെൻസ്. നോക്കുക, അപ്പോൾ നമ്മുടെ സർക്കിൾ നമുക്ക് ഇവിടെ കിട്ടും. ഇനി യൂസേഴ്സ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വ്യൂവിൽ പോയിട്ട് ഡിസ്പ്ലേ യൂസേഴ്സ് ഐക്കൺ ഇപ്പോൾ ഓണാണ്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. നോക്കുക, ഇപ്പോൾ നമ്മുടെ സർക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഡ്രോയിങ് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇപ്പോൾ സ്ക്രീനിൽ ഒരു ലൈനും ഒരു സർക്കിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓട്ടോകാഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് സ്നാപ്പ് സെറ്റിംഗ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ്. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ ഉപയോഗവും നമുക്ക് ശ്രദ്ധിക്കാം. ഫോർമാറ്റിൽ പോകാം, ടൂൾസിൽ പോകാം, ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്ങിൽ വരാം. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്ങിൽ 3 ഓപ്ഷൻ ഉണ്ട്: സ്നാപ്പ് ആൻഡ് ഗ്രിഡ്, പോളാർ ട്രാക്കിംഗ്, ഓഫ് സ്നാപ്പ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് സ്നാപ്പ്. ഇതിപ്പോൾ ഓബ്ജക്റ്റ് സ്നാപ്പ് സെലക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കിടക്കാം. ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റ് സ്നാപ്പ് സെലക്ട് ചെയ്താൽ കിട്ടാം. നമുക്കിപ്പോൾ എൻ പോയിൻറ്റ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ആക്റ്റീവ് ആക്കേണ്ടത് ഏതാണോ അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ, ഇൻ്റർസെക്ഷൻ, പെർപെൻഡിക്കുലർ, ടാൻജൻറ്റ്, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു ലൈൻ വരയ്ക്കണം. ലൈൻ നോക്കുക, നമുക്കിവിടെ കർസർ കൊണ്ടുവരുമ്പോഴേ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് പിടിക്കും. ഫ്രം പോയിൻറ്റ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ കർസർ കൊണ്ടുവരുമ്പോഴേ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് പിടിക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ലൈൻ വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CEN ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ പിടിക്കും. ഇനി അതേപോലെ തന്നെ വേറെ ലൈനിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ അതിൻ്റെ എൻ പോയിൻറ്റ്, നമുക്ക് എൻ പോയിൻറ്റ് ഓൺ ആയിരുന്നു, അപ്പോൾ എൻ പോയിൻറ്റ് കിട്ടും. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒരു ലൈൻ്റെ എൻ പോയിൻറ്റ്, ഒരു സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒരു ലൈൻ്റെ എൻ പോയിൻറ്റും നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ കമാൻഡ് ടെർമിനേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ടൂൾസിൽ പോയി ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്ങിൽ പോയി നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഓൺ ചെയ്താൽ ഇതെല്ലാം നമുക്ക് സ്ക്രീനിൽ കിട്ടും. അപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് ചില കേസുകളിൽ നമുക്ക് സെൻറ്റർ പോയിൻറ്റ് വേണ്ട. ഇപ്പോൾ ഒരു ലൈൻ കമാൻഡ് വീണ്ടും കൊടുത്തു, ഇപ്പോൾ സെൻറ്റർ പോയിൻറ്റ് വേണ്ട, ഇതിൻ്റെ ഏതെങ്കിലും ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയർ പോയിൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് അതൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റ് സ്നാപ്പ് പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരും. അങ്ങനെയാകുമ്പോൾ താഴെ ഇവിടെ വരിക, ഇവിടെ ഓ സ്നാപ്പ് എന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓ സ്നാപ്പ് ഇപ്പോൾ ഓഫ് എന്നാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ F3 കീബോർഡിൽ F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. അതല്ലാതെ ഇവിടെ വന്നിട്ട് ഓ സ്നാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഇങ്ങനെ നമുക്ക് ഓ സ്നാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, ഓട്ടോകാഡിൽ ഡയമെൻഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷനിങ്ങിന് ശ്രദ്ധിക്കാം. നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഞാൻ ഓൾറെഡി ഡയമെൻഷൻ എന്ന് പറയുന്നൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിം എന്ന് പറയുന്നൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കളർ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അറിയാം, ഡയമെൻഷനിങ് നമ്മൾ കണ്ടിന്യൂസ് ലൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഡോട്ടഡ് ലൈൻസിലോ അല്ലെങ്കിൽ ബ്രേക്ക് ലൈൻസിലോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ലൈനിൽ അല്ലെങ്കിൽ സെൻട്രൽ ലൈനിലോ ഒന്നുമല്ല ചെയ്യുന്നത്. കണ്ടിന്യൂസ് ലൈൻ ഉപയോഗിച്ചാണ് നമുക്ക്. ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് തന്നെയാണ്, അതുകൊണ്ട് ലൈൻ ടൈപ്പ് ഞാൻ അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ലെയറും ഞാൻ ഡിം ആക്കിയിട്ടുണ്ട്, കാരണം ഡയമെൻഷനിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡയമെൻഷനിങ് കംപ്ലീറ്റ് ഒരു ലെയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറണ്ട് ലെയർ ഡയമെൻഷനിങ് ആയിട്ട് ഡിം എന്ന് പറയുന്ന ലെയറിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്ത വളരെ ശ്രദ്ധിക്കാനുള്ളത്, ഡയമെൻഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഡയമെൻഷൻ സ്റ്റൈലിലേക്ക് പോകുന്നു. നോക്കുക, സ്റ്റൈലിൽ വന്നു കഴിയുമ്പോൾ
ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈൽ കിടപ്പുണ്ട്. അതിൻ്റെ പ്രിവ്യൂ ഇതാണ്. അതിനെ നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് മോഡിഫൈയിൽ പോകാം. മോഡിഫൈയിൽ പോകുമ്പോൾ ഇങ്ങനെ മോഡിഫൈഡ് ഡയമെൻഷൻ സ്റ്റൈൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോഡിഫൈഡ് ഡയമെൻഷൻ സ്റ്റൈൽ, ആ സ്റ്റൈൽ നെയിമുണ്ട്. സ്റ്റാൻഡേർഡ് സ്റ്റൈലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സ്റ്റൈലിൽ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്താം. ഇപ്പോൾ നോക്കാം, ഇവിടെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഏതൊക്കെയാണ് ശ്രദ്ധിക്കാം. ലൈൻസ് ആൻഡ് ആരോസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ടെക്സ്റ്റ്, ഫിറ്റ്, പ്രൈമറി യൂണിറ്റ്സ്, ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ്, ടോളറൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിരുന്നുകൊണ്ട് സെറ്റ് ചെയ്യാം. നോക്കാം, ആദ്യം ലൈൻസ് ആൻഡ് ആരോസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ശ്രദ്ധിക്കുക, അവിടെ കളർ, ആദ്യം ഡയമെൻഷൻ ലൈൻ്റെ കളർ, അത് നമുക്ക് ബൈ ലെയർ ഉപയോഗിച്ച് തന്നെ, ബൈ ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിമ്മാണ്. ആ ഡിമ്മാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൻ്റെ കളർ തന്നെ കിട്ടും. ഡിം എന്ന് പറയുന്ന ലെയറിൻ്റെ കളർ തന്നെ കിട്ടും. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈൻ്റെ കളറും ബൈ ലെയർ തന്നെയാണ്. ഇനി നമുക്ക് അത് മാത്രം, അല്ലെങ്കിൽ ഡയമെൻഷൻ ലൈൻ മാത്രം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും വേണമെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് നമുക്കതും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ബൈ ലെയർ ചെയ്യുന്നതാണ് വളരെ എളുപ്പം. ഇനി ശ്രദ്ധിക്കാം, ഇനി ഇവിടെ നോക്കാം, ആരോ ഹെഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആരോ ഹെഡ്സിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ ആരോ ഹെഡ്സിൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആരോ ഹെഡ്സിൻ്റെ സ്റ്റൈൽ നോക്കാം, ഇവിടെ ധാരാളം സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് ഏതാണോ ആവശ്യം അത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാം. നോക്കാം, ക്ലോസ്ഡ് ഫിൽ എന്ന് പറയുന്ന ആരോ ഹെഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ആരോ ഹെഡ്സ് രണ്ടും മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അത് മനസ്സിലാവും. ഇനി ലീഡർ ലൈൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ലീഡർ ലൈൻ്റെയും സ്റ്റൈൽ നമുക്ക് മാറ്റാം. അതും വേണമെങ്കിൽ ഡോട്ടാക്കാം, ഏത് വേണമെങ്കിലും ആക്കാം. നമുക്കിപ്പോൾ ഈ കേസിൽ ക്ലോസ്ഡ് ഫിൽഡ് ആക്കാം. ഇനി അതേപോലെ ആരോ സൈസ് 3 ആണ് കിടക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. 3 എന്നുള്ളത് 2 വേണമെങ്കിൽ 2 കൊടുക്കാം, 2.5 വേണമെങ്കിൽ കൊടുക്കാം. ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഒറിജിൻ ഫ്രം ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ്റ്റൻഷൻ ലൈൻ്റെ ഒറിജിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 mm ഉണ്ട്. അത് 1 mm തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകാം. അടുത്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. നോക്കാം, അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈൽ സ്റ്റാൻഡേർഡാണ്. നമുക്ക് ടെക്സ്റ്റ് കളർ അത് ബൈ ബ്ലോക്കാണ് എടുക്കുന്നത്. നമുക്ക് ബൈ ലെയറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ബൈ ലെയറിൽ സെറ്റ് ചെയ്തു. അതേപോലെ ടെക്സ്റ്റ് ഹൈറ്റ് ചോദിച്ചിരിക്കുന്നു. അത് നമുക്ക് 0.18 എന്നുള്ളത് വളരെ ചെറുതായിരിക്കും. നമുക്ക് ഒരു 3 mm കൊടുക്കുക, എൻ്റർ ചെയ്തു. ഇനി ടെക്സ്റ്റിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് അടുത്തത്. ടെക്സ്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് വെർട്ടിക്കലായിട്ട് എക്സ്റ്റൻഷൻ ലൈന് സെൻറ്ററായിട്ട് വേണമെങ്കിൽ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇതേപോലെ നമുക്ക് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ എബോവ് ആക്കാം. എബോവ് ആക്കുമ്പോൾ എക്സ്റ്റൻഷൻ ലൈനിന് മുകളിൽ പോകും. ഇവിടെ പ്രിവ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ മനസ്സിലാവും. എക്സ്റ്റൻഷൻ ലൈനിന് മുകളിലേക്ക് പോകും. ഡയമെൻഷൻ ലൈനിന് മുകളിലേക്ക് നമ്മൾ ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് നടത്താം. വേണമെന്നുണ്ടെങ്കിൽ അത് ഔട്ട് സൈഡ് ആക്കാം. എബോവ് ആയിരിക്കും എളുപ്പം. ഇനി അടുത്തത് ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ ലൈനിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി സെൻറ്ററിലാണ് കിടക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ലൈനിൻ്റെ മുകളിലേക്കാക്കാം. നോക്കാം, ലെഫ്റ്റിലുള്ള എക്സ്റ്റൻഷൻ ലൈനിൻ്റെ മുകളിലേക്കാക്കി. വേണമെന്നുണ്ടെങ്കിൽ ഓവർ എക്സ്റ്റൻഷൻ ലൈൻ, ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യാം. സെൻറ്റർ തന്നെ കൊടുക്കാം. ഇനി അടുത്തൊരു ഓപ്ഷൻ ഓഫ്സെറ്റ് ഫ്രം ഡയമെൻഷൻ ലൈൻ, അതായത് ടെക്സ്റ്റ് ഡയമെൻഷൻ ലൈനുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. 0.09 ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്കൊരു 1 ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ 1.5 കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം, ആ ഡയമെൻഷൻ ലൈനും നമ്മുടെ ടെക്സ്റ്റും തമ്മിലുള്ള ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് അലൈൻമെൻറ്റിലേക്ക് വരാം. അവിടെയും 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ, ഒന്ന് അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ, അല്ലെങ്കിൽ ISO സ്റ്റാൻഡേർഡ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ ആണെങ്കിൽ ഡയമെൻഷൻ ലൈനുമായിട്ട് അലൈൻ ചെയ്ത് വരും. ISO സ്റ്റാൻഡേർഡാണ് മതി എന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. നമുക്ക് ഈ കേസിൽ അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും ചെയ്തിട്ട് ഇത്രയും തീർന്നുവല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഫിറ്റിലേക്ക് പോകാം. ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എയ്തർ ദ ടെക്സ്റ്റ് ഓർ, ശ്രദ്ധിക്കുക, ഇഫ് ദർ ഈസ് നോട്ട് ഇനഫ് റൂം ടു പ്ലേസ് ബോത്ത് ടെക്സ്റ്റ് ആൻഡ് ആരോസ് ഇൻസൈഡ് എക്സ്റ്റൻഷൻ ലൈൻ,
the first thing to move outside the extension line is either the text or the arrows. നമുക്കിത് വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് അതിനുള്ള ചേഞ്ചസ് ഓരോന്ന് സെലക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഈ നമ്മളുടെ ടെക്സ്റ്റ് ഈ എക്സ്റ്റൻഷൻ ലൈനിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വെളിയിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോസ് ഉപയോഗിക്കുന്നത്. നോക്കുക, ആരോസോടൊപ്പം വെളിയിലേക്ക് പോകും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എയ്തർ ദ ടെക്സ്റ്റ് ഓർ ദ ആരോസ്, ഒന്ന് ടെക്സ്റ്റോ അല്ലെങ്കിൽ ആരോസോ ഏതാണോ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെളിയിലേക്ക് പോകും. അത് ടെക്സ്റ്റോ ആരോസോ ആവാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആരോസ് മാത്രം, ഇവിടെയാണെങ്കിൽ ടെക്സ്റ്റും ആരോസും. ശ്രദ്ധിക്കുക, ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ 2 ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇനി ഓട്ടോകാഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് ഡയമെൻഷനിങ്. നമുക്ക് ഒരു ഓബ്ജക്റ്റിന് വരച്ച് കഴിഞ്ഞാൽ അതിനെ ഡയമെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോകാഡിൽ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാം, ഡയമെൻഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമെൻഷനിങ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലെയർ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫോമാറ്റ് ലെയർ. അതിലേക്ക് ന്യൂ ലെയർ നമുക്ക് കൊടുക്കാം, DIM ഡയമെൻഷൻ. അതിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം, ഗ്രീൻ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കേസിൽ ഗ്രീൻ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി ലൈൻ ടൈപ്പ് നമുക്കറിയാം, ഒരു ഡയമെൻഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ലൈനാണ് ഉപയോഗിക്കാറ്. ഹിഡൻ ലൈൻസോ സെൻറ്റർ ലൈൻസോ ഉപയോഗിച്ച് നമ്മൾ ഡയമെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ കണ്ടിന്യൂസ് തന്നെ എടുക്കാം. ബാക്കിയുള്ള സെറ്റിംഗ് ഒക്കെ അതേപോലെ തന്നെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഡിം എന്ന് പറയുന്ന ഒരു ലെയറോട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലെയർ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയമെൻഷനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കറണ്ട് ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. കറണ്ട് ലെയർ നമുക്ക് ഡിം, ഈ ലെയർ ഉപയോഗിച്ച് നമുക്ക് ഡയമെൻഷനിങ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഡയമെൻഷൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഡയമെൻഷൻ സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽസ് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡയമെൻഷൻ സ്റ്റൈൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ശ്രദ്ധിക്കാം. ഡയമെൻഷനിൽ പോകാം, സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വരുമ്പോൾ ഇപ്പോൾ ഒറ്റ സ്റ്റൈലേ ഇവിടെ ഉള്ളൂ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു സ്റ്റൈലേ ഉള്ളൂ. നമുക്ക് ധാരാളം സ്റ്റൈൽസ് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റൈലിൽ നമുക്കിനി എന്തൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ്, മോഡിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മോഡിഫൈ ഓപ്ഷനിലേക്ക് നമുക്ക് കർസറിനെ കൊണ്ടുവന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാം. നോക്കാം, അപ്പോൾ മോഡിഫൈ ഡയമെൻഷൻ സ്റ്റൈൽ. നമ്മളിപ്പം ചേഞ്ച് ചെയ്യാൻ പോകുന്ന സ്റ്റൈല് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റൈലാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കതെങ്ങനെയും ശ്രദ്ധിക്കാം. നോക്കാം, ഡയമെൻഷൻ ലൈൻ, അതിൻ്റെ കളർ ബൈ ലെയർ തന്നെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, പക്ഷേ നമുക്ക് ലെയറിൽ തന്നെ നമുക്ക് വരയ്ക്കാം, ബൈ ലെയർ തന്നെ സെറ്റ് ചെയ്യാം. അതേപോലെ ലൈൻ വെയ്റ്റ്, അത് നമുക്ക് ബൈ ലെയറിൽ തന്നെ സെറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം, പക്ഷേ നമുക്ക് ബൈ ലെയറിൽ തന്നെ ചെയ്യുന്നതാണ് ഉത്തമം. പിന്നെ ബേസ് ലൈൻ സ്പേസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 0.38 എന്ന് പറഞ്ഞു, അത് ഒരു 0.5 കൊടുത്ത് ശ്രദ്ധിക്കാം. അടുത്തത് എക്സ്റ്റൻഷൻ ലൈനിനെയാണ് അടുത്ത് പോകുന്നത്. അതിൻ്റെ കളറും ബൈ ലെയറിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ സെറ്റ് ചെയ്യേണ്ട അതും ബൈ ലെയർ തന്നെ. ലൈൻ വെയ്റ്റ് അതും ബൈ ലെയറിൽ കിടപ്പുണ്ട്, അതും അങ്ങനെ തന്നെ പോകാം. ഇനി അടുത്തത് ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ, അതായത് ഡയമെൻഷൻ ലൈൻ എക്സ്റ്റൻഷൻ ലൈൻ്റെ ഒറിജിൻ ഓഫ്സെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഓബ്ജക്റ്റുമായിട്ട് എക്സ്റ്റൻഷൻ ലൈനിൻ്റെ എൻഡും ഓബ്ജക്റ്റ് ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 mm കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ കേസിൽ നമുക്കൊരു 1.2 കൊടുത്ത് എൻ്റർ ചെയ്യാം. വീണ്ടും നമുക്ക് വരാം, അടുത്തത് ആരോ ഹെഡ്സ് ആണ്. ആരോ ഹെഡ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഡയമെൻഷൻ്റെ ആരോ ഹെഡ്സ് അതും വരാം. ഇപ്പോൾ ഡോട്ടാണ് കിടക്കുന്നത്, ഡോട്ട് വേണേൽ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എവിടെയാണ് നോക്കാം, മുകളിലേക്ക് വരാം. സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഫിൽഡ് എന്ന് പറയുന്ന ആരോ ഹെഡാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. നോക്കാം, ഫസ്റ്റ് ആരോ ഹെഡും സെക്കൻഡ് ആരോ ഹെഡും ക്ലോസ്ഡ് ഫില്ലായി. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് ലീഡറാണ്. ലീഡർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ലീഡർ ലൈൻ്റെ ഹെഡ് എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഈ കേസിൽ നമുക്ക് ക്ലോസ്ഡ് ഫില്ല് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിക്കാം, ആരോ സൈസാണ്. ആരോ സൈസ് ഇവിടെ 3 mm ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ ഒരു 2.5 കൊടുക്കാം. നമ്മുടെ റിക്വയർമെൻറ്റ് എത്രയാണോ അത് കൊടുത്താലും മതിയാവും. 2.5 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി സെൻറ്റർ മാർക്സ് ഓഫ് സർക്കിൾ. ഇപ്പോൾ നമ്മൾ ചെയ്ത ഓബ്ജക്റ്റിൻ്റെ അകത്ത് സർക്കിൾസ് ഉണ്ടാകാം. ആ സർക്കിൾസിൻ്റെയൊക്കെ
സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, അത് സെറ്റ് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്യണോ വേണ്ട എന്നാണ് ചോദിക്കുന്നത്. നൺ ആണെന്നുണ്ടെങ്കിൽ നൺ കൊടുക്കാം. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റൈൽ സെറ്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ്, നമ്മുടെ ഡയമെൻഷൻ ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ പോയി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ കൊടുത്തു, ദെൻ ഇവിടെ ക്ലോസ് കൊടുത്താൽ അറിയാം. ഇനി ഡയമെൻഷനിൽ വന്നിട്ട് ലീനിയർ കൊടുക്കുക. 2 എൻഡ് പോയിൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം, ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും. ഈ ലെങ്ത് എത്രയെന്ന് കൊടുക്കാം. ശ്രദ്ധിക്കുക, 2 എൻഡും സെലക്ട് ചെയ്തു. നമുക്കൊരു മിനിമം ഗ്യാപ്പ് കൊടുക്കണം. ഇത്രയും വെച്ചിട്ട് ഇവിടെ കൊടുത്തു. നോക്കുക, ഇനി ഞാൻ സൂം ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് സൂം ചെയ്യുന്നതിനായിട്ട് വ്യൂ, സൂം, വിൻഡോ തന്നെ സെലക്ട് ചെയ്യാം. സൂം വിൻഡോ നോക്കാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ഒറിജിൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒറിജിൻ ഓഫ്സെറ്റ്. ഇപ്പോൾ നമ്മൾ എത്ര 1.2 എന്തോ ടൈപ്പ് ചെയ്തിരുന്നു, അത് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് വ്യൂ, സൂം, പ്രീവിയസിലേക്ക് പോകാം. ഇനി ആരോ ഹെഡ്, അത് നമുക്ക് സൂം ചെയ്ത് നോക്കാം. സൂം വിൻഡോ, ആരോ ഹെഡ് 3 mm ആയിരുന്നു, നമ്മൾ 2.5 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2.5യിലുള്ള ഒരു ആരോ ഹെഡാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും നമുക്ക് തിരിച്ച് വ്യൂയിലേക്ക് പോകാം. സൂം, പ്രീവിയസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയും നമുക്ക് ധാരാളം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. വീണ്ടും നമ്മൾക്ക് സ്റ്റൈലിലേക്ക് പോകാം. ഡയമെൻഷൻ, സ്റ്റൈൽ, മോഡിഫൈ, ദെൻ നമുക്ക് നെക്സ്റ്റ് ടെക്സ്റ്റാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. നോക്കാം, ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അപ്പം ഇവിടെ ചോദിക്കുന്നുണ്ട് ടെക്സ്റ്റ് അപ്പിയറൻസ്, ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ ചോദിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്, അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സ്റ്റൈൽ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് സ്റ്റൈൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാം. ഇനി ടെക്സ്റ്റിൻ്റെ കളർ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അത് ബൈ ബ്ലോക്കിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് ബൈ ലെയറിൽ തന്നെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട്, നമ്മുടെ കളർ തന്നെ അതിന്. ഇനി ടെക്സ്റ്റിൻ്റെ ഹൈറ്റ്, നമ്മൾ നേരത്തെ ആരോ ഹെഡിൻ്റെ സൈസ് കൊടുത്തു. അതേപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് ഇവിടെ 0.18 ആണ് കിടക്കുന്നത്. അത് നമുക്കൊന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിസിബിൾ ആവില്ല. അതുകൊണ്ട് നമുക്കത് കുറച്ചൊരു സൈസ് കൂട്ടി കൊടുക്കാം. ഈ കേസിൽ നമുക്കൊരു 3.5 കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഡ്രോ ഫ്രെയിം എറൗണ്ട് ടെക്സ്റ്റ്. അതായത് ഇവിടെ പ്രിവ്യൂ ഉണ്ട്, അവിടെ ശ്രദ്ധിച്ചാൽ ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ടെക്സ്റ്റിന് വെളിയിൽ ഒരു ഫ്രെയിം വരയ്ക്കണം, ടെക്സ്റ്റിന് ചുറ്റും ഒരു ഫ്രെയിം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഓണാണ്. ഡ്രോ ഫ്രെയിം എറൗണ്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാണ്. അത് ഓണായി കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഡയമെൻഷൻ ടെക്സ്റ്റിന് വെളിയിലായിട്ട് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് നമുക്ക് പോകാം. അത് ഓഫ് ചെയ്തു. ഇപ്പോൾ ആ ഫ്രെയിം ഇല്ലാതായിരിക്കുകയാണ്. ഇനി താഴേക്ക് വരാം. ടെക്സ്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് അതായത് അതെങ്ങനെ വരുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ ടെക്സ്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന്. സെൻട്രൽ വേണമെങ്കിൽ സെൻട്രലാക്കാം, അതല്ല ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. നോക്കാം. സെൻറ്റേർഡ്, എബോവ്, ഔട്ട്സൈഡ്, JIS എന്ന് പറയും. നമുക്കിവിടെ പ്രിവ്യൂ നോക്കാം. വെർട്ടിക്കൽ ലൈനിൻ്റെ വെർട്ടിക്കൽ ടെക്സ്റ്റിൻ്റെ പ്ലേസ്മെൻറ്റ് സെൻട്രലായിട്ടാണ്. നമുക്കത് എബോവ് ആക്കി നോക്കാം. എബോവ് ആക്കുമ്പോഴത്തേക്ക് നോക്കാം അതതിൻ്റെ മുകളിലേക്ക് വന്നു. അതല്ല ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ലൈനിൻ്റെ ഔട്ട്സൈഡായിട്ട് വരുന്നു. ഇനി അതല്ല JIS ആണെന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഔട്ട്സൈഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടൽ ടെക്സ്റ്റ് പ്ലേസ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. അത് സെൻട്രലിന് വേണമെങ്കിൽ സെൻട്രലാകാം, എക്സ്റ്റൻഷൻ ലൈനിൻ്റെ മുകളിൽ വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ലൈനിൻ്റെ മുകളിലാകാം. ചേഞ്ചസ് നോക്കാം. അപ്പോൾ ഓരോ എക്സ്റ്റൻഷൻ ലൈൻ നമ്പർ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചേഞ്ച് ചെയ്യാം. പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെൻറ്റേർഡാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, ഓഫ്സെറ്റ് ഫ്രം ഡയമെൻഷൻ ലൈൻ. അതായത് ഡയമെൻഷൻ ലൈനും നമ്മുടെ ടെക്സ്റ്റുമായിട്ടുള്ള ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.09 ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം 0.09 വളരെ ക്ലോസ് ആണ്. നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ആ ഡിഫറൻസ് ശ്രദ്ധിക്കാം. 1.5 കൊടുത്തു, എൻ്റർ ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മുടെ ഡയമെൻഷൻ ടെക്സ്റ്റും ഡയമെൻഷൻ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ടെക്സ്റ്റ് അലൈൻമെൻറ്റിലേക്ക് വരാം. ഇവിടെ നോക്കാം, ഹൊറിസോണ്ടലാണ് ഇപ്പോൾ കിടക്കുന്നത്. ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ഹൊറിസോണ്ടലായിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ എങ്ങനെ നോക്കാം.
ഇപ്പോൾ ഡയമെൻഷൻ ലൈനുമായിട്ട് അലൈൻ ചെയ്താണ് ടെക്സ്റ്റ് പോയിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതും ചേഞ്ച് ചെയ്ത് ISO സ്റ്റാൻഡേർഡ് ആക്കാം. നോക്കാം, ISO സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യം അതിവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ. അപ്പോൾ ഇത്രയും ചേഞ്ചസ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. നമുക്ക് ഓക്കെ കൊടുത്തിട്ട് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഇനി അതിന് മുമ്പ് നമുക്ക് ലൈൻസ് ആൻഡ് ആരോസിൽ തിരികെ ഒന്നുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നോക്കാം, ഇവിടെ നമ്മുടെ എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു, അതും ഒരു 1 കൊടുക്കാം. എൻ്റർ ചെയ്തു, ഓക്കെ കൊടുത്തു, ക്ലോസ്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചേഞ്ചസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻ്റെ അകത്തും നമുക്ക് ഈ ചേഞ്ചസ് വരണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ പോകാം. അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുത്തിട്ട് ചെയ്ത ഡയമെൻഷൻസിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോക്കുക, അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ചേഞ്ചസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈൻ്റെ ബിയോണ്ട് സ്പേസിങ്ങും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഡയമെൻഷൻ ലൈന് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്ങിൽ ഇനി പോയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ഡയമെൻഷൻ, സ്റ്റൈൽ, ടെക്സ്റ്റ് പ്ലേസ്മെൻ്റ് ആണ് ടെക്സ്റ്റ്. ഇവിടെ ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഡയമെൻഷൻ അപ്ഡേറ്റ് ചെയ്യാം, ചേഞ്ച് വന്നിട്ടില്ല. വീണ്ടും നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. സ്റ്റൈലിൽ പോകാം, മോഡിഫൈയിൽ ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടലിൻ്റെ സെൻറ്റേർഡ് ആണ്, വെർട്ടിക്കലിൻ്റെ എബോവ് ആണെങ്കിൽ എബോവ് ആക്കി കൊടുക്കാം. ക്ലോസ് കൊടുത്തു. നോക്കുക, ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻ ലൈന് മുകളിലായിട്ടാണ്. ഇങ്ങനെ നമുക്ക് ധാരാളം നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഡയമെൻഷനിങ് ശ്രദ്ധിക്കാം. ഡയമെൻഷൻ ലീനിയർ എടുക്കാം. ലീനിയർ എടുത്തിട്ട് ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെർട്ടിക്കൽ ലൈനിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് പിക്ക് ചെയ്തു, എന്നിട്ട് താഴത്തെ എൻഡ് പോയിൻറ്റും പിക്ക് ചെയ്തു. നോക്കാം, എന്നിട്ട് നമുക്കൊരു മിനിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഡയമെൻഷൻ ലൈനെ കൊടുത്തു. ഇപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത് 78.8835 എന്നാണ്. അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഡയമെൻഷൻ ചെയ്തപ്പോൾ ആ ഡയമെൻഷൻ ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡയമെൻഷൻ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ്ങിൽ പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ഡയമെൻഷൻ ലൈൻ അലൈൻഡ് ആയിട്ട് ടെക്സ്റ്റിനെ വരുത്തിക്കുക. അതെങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഡയമെൻഷനിൽ പോവാം, സ്റ്റൈൽ, മോഡിഫൈ, ലൈൻസ് ആൻഡ് ആരോസ് അല്ല, ടെക്സ്റ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ, അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഇവിടെ ആ ചേഞ്ച് വന്നിട്ടുണ്ട്. 78.8835 എന്ന് പറയുന്നത് ഇപ്പോൾ ഡയമെൻഷൻ ലൈനുമായിട്ട് അലൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ ഇറേസ് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ ഡയമെൻഷനിൽ പോയി ലീനിയർ വിളിച്ചു. ഈ എൻ പോയിൻ്റ് തൊട്ട് ഈ എൻ പോയിൻ്റ് വരെയുള്ള ലെങ്താണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നോക്കുക, ഇവിടെ ഇപ്പം 78.8835 എന്നുള്ളത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് ഒരു 78 അല്ലെങ്കിൽ 79 എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ്, ആംഗിൾ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, റൊട്ടേറ്റഡ്, ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ടെക്സ്റ്റാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ T ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മുടെ ആക്ച്വൽ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാം, 78.8835 എന്നുള്ളതാണ്. അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 79 എന്ന് കൊടുക്കുന്നു, ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. നോക്കുക, 78.8835 മാറിയിട്ട് 79 ആയിട്ടുണ്ട്. നമ്മളത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ആക്ച്വൽ ലെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ 79 നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പ്രോപ്പർട്ടീസിൽ പോയാൽ മതി. പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ആൽഫബറ്റിക് എടുക്കാം. അവിടെ വന്നിട്ട് നമുക്ക് താഴേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആരോ സൈസ്, എല്ലാ ഡയമെൻഷൻ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് ഇവിടെയുണ്ട്. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൽ ഡയമെൻഷൻ ടെക്സ്റ്റും ഉണ്ടാവും. ഡയമെൻഷൻ ടെക്സ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ഓവർ റൈഡ് 79 എന്നായിരുന്നു. അത് 80 ആണെങ്കിൽ 80 ആക്കാം, അല്ലെങ്കിൽ 78 ആണെങ്കിൽ 78 ആക്കാം. എത്ര വേണോ, അതോ 120 എത്ര വേണമെന്നുണ്ടെങ്കിൽ അതവിടെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തു, ഓക്കെ, നോക്കാം 125 എന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ചേഞ്ചസും ഡയമെൻഷനിൽ നമുക്ക് ഏത് ചേഞ്ചസും നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
ഇനി ശ്രദ്ധിക്കുക, ഡയമെൻഷനിൽ അടുത്തത് അലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അലൈൻഡ് നമുക്ക് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഡയമെൻഷൻ അലൈൻഡ് സെലക്ട് ചെയ്തു. നോക്കുക, സ്ട്രെയിറ്റ് ലൈൻസിനെ അല്ലെങ്കിൽ 90 ഡിഗ്രി ലൈൻസിനെ സാധാരണയായിട്ട് നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡയമെൻഷൻ ലീനിയറാണ്. അതേപോലെ തന്നെ അലൈൻഡ് മീൻസ് അലൈൻഡ് എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡയമെൻഷൻ അലൈൻഡ് ഇതേപോലെ ആംഗിളിലിരിക്കുന്ന ലൈൻ, ഈ രണ്ട് ലൈനും നോക്കാം, ആ ലെങ്ത് വന്നിട്ടുണ്ട് 40.000 എന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് 40 ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 40 അത്രയും ഡിജിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നോക്കുക, ഈ 40 പോയിൻ്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസസ് വേണോ അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടും വീണ്ടും സ്റ്റൈൽസ്, ഡയമെൻഷൻ സ്റ്റൈൽ, മോഡിഫൈ. നോക്കുക, അവിടെ പ്രൈമറി യൂണിറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് ലീനിയർ ഡയമെൻഷൻ്റെ ഡെസിമൽ പ്രിസിഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 ഡെസിമൽ വരുന്നുണ്ട്, 4 പ്ലേസസ് വരുന്നുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ പോയിൻ്റ് ഡെസിമൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ബട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് 1 പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നമുക്കിപ്പോൾ റൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കാം. ഡെസിമൽ വേണ്ട. നോക്കാം, ഇവിടെ ആ ചേഞ്ചസ് നമുക്ക് പ്രിവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ കൊടുക്കാം, ക്ലോസ് ചെയ്യാം. നോക്കാം, 40 മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ അടുത്ത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഡയമെൻഷൻ റേഡിയസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ലൈൻ ഡ്രോയിങ്ങിൽ ഒരിക്കലും റേഡിയസ് കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് സർക്കിൾസിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേഡിയസ് കൊടുക്കാൻ സാധിക്കും. അപ്പം ചോദിക്കുന്നുണ്ട് സെലക്ട് ആർക്ക് ഓഫ് സർക്കിളിനെ നമുക്ക് സെലക്ട് ചെയ്യാം. നോക്കാം, ഇപ്പോൾ റേഡിയസ് 51 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് റേഡിയസ് കൊടുക്കാൻ പറ്റും. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ വരാം. ഡയമീറ്ററും സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡയമീറ്ററും ആ സർക്കിളിനെ സെലക്ട് ചെയ്യാം. നോക്കാം, റേഡിയസ് 51, ഡയമീറ്റർ 102 എന്ന് വന്നിട്ടുണ്ട്. അത് എവിടെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമുക്കൊന്ന് സൂം ചെയ്യാം. വ്യൂ, സൂം, വീണ്ടും. അടുത്ത ഡയമെൻഷൻ ആംഗുലർ ആണ്. 2 ആംഗിളിലുള്ള 2 ലൈൻസിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് കൊടുക്കാം. ആ 2 ലൈനിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 45 ഡിഗ്രിയിലാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഡയമെൻഷൻ, റേഡിയസ്, ഡയമീറ്റർ, ആംഗുലർ എന്ന് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഡയമെൻഷനിലേക്ക് പോകാം. ഡയമെൻഷൻ ബേസ് ലൈൻ. എങ്ങനെയാണ് ബേസ് ലൈനിലേക്ക് പോകുന്നത് നോക്കാം. അതിന് മുമ്പ് ബേസ് ലൈൻ ഡയമെൻഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു ഡയമെൻഷൻ ചെയ്തിട്ടേക്കാം. അത് ലീനിയർ തന്നെ ചെയ്യാം. ലീനിയർ ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് 139. ഇനി വീണ്ടും നമുക്ക് ഡയമെൻഷൻ ബേസ് ലൈനിലേക്ക് പോകാം. ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടിരിക്കുന്ന ഡയമെൻഷൻ ലൈനിൻ്റെ ഒരു എൻഡിൽ നിന്ന് അടുത്തൊരു പോയിന്റ് വേണമെങ്കിൽ അടുത്ത പോയിന്റ് കൊടുക്കാം. അതല്ല നെക്സ്റ്റ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്. ഏത് പോയിന്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഈ ലെഫ്റ്റിൽ നിന്ന് ഈ ലൈൻ വരെ 49 ആണ്. വീണ്ടും നമുക്ക് അടുത്തത് കൊടുക്കാം. ഇപ്പോൾ 95 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് ടോട്ടൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. 139 അത് ഓവർ റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബേസ് ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. എസ്കേപ്പ് ചെയ്തോ എൻ്റർ ചെയ്തോ പോവുകയോ ചെയ്യാം. ഞാനത് ഇറേസ് ചെയ്യാണ്. മോഡിഫൈ, ഇറേസ്. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ പോകാം. ഡയമെൻഷൻ കണ്ടിന്യൂ. അത് ചെയ്യുന്നതിന് മുമ്പും ഇതും കൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡയമെൻഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പും ഓൾറെഡി നമുക്കൊരു ഡയമെൻഷൻ അവിടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. 49 എന്ന് പറഞ്ഞ് ഈ ലെങ്ത് കൊടുത്തു. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ പോകാം. കണ്ടിന്യൂ വിളിക്കാം. കണ്ടിന്യൂ വിളിക്കുമ്പോൾ നമ്മൾ നോക്കുക, നേരത്തെ ചെയ്ത ഓപ്പോസിറ്റാണിത്. 49ൻ്റെ എൻ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. വീണ്ടും നമുക്ക് അടുത്ത പോയിന്റ്. ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ വരാം. ലീനിയർ തന്നെ ഒന്നുകൂടി നോക്കാം. ലീനിയർ ഫസ്റ്റ് എക്സ്റ്റൻഷൻ ലൈൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്കൻഡ് പോയിന്റ് ഇതാണ്, കൊടുത്തു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഉണ്ട്, ആംഗിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, റൊട്ടേറ്റഡ് ഉണ്ട്. ഞാനിപ്പോൾ ആംഗിൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ആംഗിൾ എ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സ്പെസിഫൈ ആംഗിൾ ഓഫ് ഡയമെൻഷൻ ടെക്സ്റ്റ്, അതായത് നമ്മളുടെ ഡയമെൻഷൻ ടെക്സ്റ്റിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ 45 ഡിഗ്രി ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. നോക്കാം, ആ ടെക്സ്റ്റ് ഇപ്പോൾ ആംഗിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഈ ഡയമെൻഷൻ ടെക്സ്റ്റിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഡയമെൻഷൻ ലീനിയർ, അടുത്ത വെർട്ടിക്കലായിട്ട് പോവാണ്. വെർട്ടിക്കൽ കൊടുക്കുമ്പോഴത്തേക്ക് നോക്കുക, ഇവിടെ റൊട്ടേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 6 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഡയമെൻഷൻ ലൈനിൻ്റെ ആംഗിളാണ് ഇവിടെ ചോദിക്കുന്നത്. നേരത്തെ ഡയമെൻഷൻ ടെക്സ്റ്റിൻ്റെ ആയിരുന്നു, ഈ കേസിൽ ഡയമെൻഷൻ ലൈനിൻ്റെയാണ്. അതിൻ്റെ ആംഗിൾ ഞാനൊരു 15 ഡിഗ്രി കൊടുക്കും, എൻ്റർ ചെയ്തു. നോക്കുക, 15 ഡിഗ്രിയിൽ ആ ഡയമെൻഷൻ ലൈൻ ചരിഞ്ഞ് വന്നിട്ടുണ്ട്. 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ലീനിയറിലേക്ക് പോവുകയാണ്. 2 പോയിന്റ് കൊടുത്തു,
ഇത് തന്നെ കൊടുത്തു. ഇനി ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അതെ, ഹൊറിസോണ്ടൽ കൊടുക്കാം. ഇപ്പം ശരിക്കും ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കൊടുത്ത ഡയമെൻഷൻ ഹൊറിസോണ്ടലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലാക്കി ചേഞ്ച് ചെയ്യാം. വി കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം, ആ ഒറ്റ ലൈനായിരുന്നു, അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും, അത് വെർട്ടിക്കലായിട്ട് കിട്ടി. ഇതേപോലെ തന്നെയാണ് ഡയമെൻഷൻ ലീനിയറിൽ 2 എൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കേസിൽ ഡയമെൻഷൻ ലീനിയർ വെർട്ടിക്കൽ എടുക്കാം. 2 എൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഹൊറിസോണ്ടൽ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം, അത് ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കൽ ലൈനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഹൊറിസോണ്ടലായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും ഡയമെൻഷനിൽ അടുത്ത് എന്താണെന്ന് ശ്രദ്ധിക്കാം, ഡയമെൻഷൻ ലീഡർ നോക്കാം. സ്പെസിഫൈ ഫസ്റ്റ് ലീഡർ പോയിൻറ്റ്. ഫസ്റ്റ് ലീഡർ പോയിൻ്റ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കിളിനകത്താണെന്നുണ്ടെങ്കിൽ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നിയർ പോയിൻറ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിയർ പോയിൻറ്റ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്വാഡ്രൻറ്റ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ നിയറിന് വേണ്ടിയിട്ട് നിയറസ്റ്റ് പോയിൻറ്റ് അത് സെലക്ട് ചെയ്തു. ഇനി സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഇത് കൊടുത്തു. നോക്കുക, ഇനി അടുത്ത പോയിൻ്റ് ചോദിക്കുന്നുണ്ട്, അതും കൊടുത്തു. ടെക്സ്റ്റ് വിഡ്ത്താണ് ചോദിക്കുന്നത്, അത് എൻ്റർ ചെയ്ത് പോവുക. എന്നിട്ട് എന്താണോ നമുക്ക് ടെക്സ്റ്റ്, നമുക്ക് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും റേഡിയസ് 25 എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് ഡബിൾ എൻ്റർ ചെയ്യുക. നോക്കുക, നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ വരും. അതേപോലെ തന്നെ ലീഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രോയിങ്ങിന് നമുക്ക് ലീഡർ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം, ഡയമെൻഷൻ ടോളറൻസ്. എങ്ങനെയാണ് നമുക്ക് ടോളറൻസ് ആഡ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കാം. ടോളറൻസിൽ പോവാം. നോക്കാം, ഇവിടെ ധാരാളം സിമ്പിൾസ് ഉണ്ട്. സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സിമ്പിൾസ് ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിൾസ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ സെലക്ട് ചെയ്യാം. വീണ്ടും അതിൽ അത് ചേഞ്ച് ചെയ്യണമെന്നെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇഷ്ടമുള്ള സിമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്, ടോളറൻസ് എത്രയാണോ കൊടുക്കാനുള്ളത്, ഡയ 0.2 D എന്നിങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അത് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഡയമെൻഷനിങ്ങിലെ അടുത്തത് എന്താണെന്ന് ശ്രദ്ധിക്കാം, ഡയമെൻഷൻ ഒബ്ലിക്ക്. നോക്കാം, ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഏത് ഡയമെൻഷനെയാണോ നമുക്ക് ഒബ്ലിക്ക് ആക്കേണ്ടത് അതിനെ സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷനെ സെലക്ട് ചെയ്യാം, അതിനെ ഒബ്ലിക്ക് ആക്കാം. സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഒബ്ലിക്കിംഗ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്, എത്രയാണ് ആംഗിൾ എന്ന്. അത് ആംഗിൾ 45 ഡിഗ്രി ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. നോക്കാം, ഇപ്പോൾ ആ ഡയമെൻഷനെ മൊത്തത്തിൽ നമുക്ക് ഒബ്ലിക്ക് ചെയ്യാൻ സാധിച്ചു. ഇതിനാണ് നമുക്ക് ഒബ്ലിക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഡയമെൻഷനിലെ അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തത് അലൈൻ ടെക്സ്റ്റ് ആണ്. അലൈൻ ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ശ്രദ്ധിക്കാം. അലൈൻ ടെക്സ്റ്റ് ആംഗിൾ കൊടുത്തിട്ട് അതിനെ അലൈൻ ചെയ്യിക്കാം. നോക്കാം, ഒബ്ജക്റ്റിനെ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാം. സ്പെസിഫൈ ആംഗിൾ ഫോർ ഡയമെൻഷൻ ടെക്സ്റ്റ് 30 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ മാത്രം നമുക്ക് ആംഗിൾ കൊടുത്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ പോകാം. അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തു. ഇനി ഏത് ടെക്സ്റ്റിനെയാണോ നമുക്ക് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യാം. നോക്കാം, ആ ടെക്സ്റ്റ് മാത്രം ലെഫ്റ്റിലേക്ക് വന്നു. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ പോകാം. അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ, അതിനെ തിരിച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാം. അതിപ്പോൾ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഡയമെൻഷനിൽ പോകാം. അലൈൻ ടെക്സ്റ്റ് റൈറ്റ്, ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്താൽ അത് റൈറ്റിലേക്ക് പോകും. ഇങ്ങനെ നമുക്ക് ഡയമെൻഷനിൽ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഒരു ഓബ്ജക്റ്റ് എങ്ങനെ ഓട്ടോകാഡിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് ശ്രദ്ധിക്കാം. നോക്കുക, ഇവിടെ ഞാനൊരു ഓബ്ജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഓബ്ജക്റ്റ് നമുക്ക് ഇപ്പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയുണ്ട്. നമ്മളിപ്പം ഇതേവരെ നമ്മൾ ഫോളോ ചെയ്ത രീതി, മെനുവിൽ പോയി കമാൻഡ്സിന് നമ്മൾ സെലക്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഡ്രോയിൽ പോയി ലൈനെ സെലക്ട് ചെയ്തു, സർക്കിളിനെ സെലക്ട് ചെയ്തു, അങ്ങനെ പോയായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് 3 രീതിയിൽ നമുക്ക് കമാൻഡ് എൻട്രി ചെയ്യാൻ പറ്റും. കമാൻഡ്സിന് 3 രീതിയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്, അതായത് മെനുവിൽ പോയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് ടൂൾ ബാറിൽ പോയി കമാൻഡ്സിന് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ടൂൾ ബാർ നമുക്ക് എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ പോയിട്ട് കർസറിനെ വെച്ചിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ശ്രദ്ധിക്കാം, സ്റ്റാൻഡേർഡ് ടൂൾ ബാറും ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസും ഓൺ ആണ്. അതായത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറയുന്നത് ഇതാണ്.
ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഏത് ടൂളാണോ ആവശ്യം ആ ടൂളിനെ കൊണ്ടുവരാം. ഡ്രോ വേണമെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാം. നോക്കാം, ഇവിടെ ഡ്രോ എന്ന് പറയുന്ന ടൂൾ ബാർ നമുക്ക് കിട്ടി. അതിൻ്റെ അകത്തുനിന്നുകൊണ്ട് ഡ്രോ ലൈൻ, അതിൻ്റെ അകത്ത് കുറേ നേരം കഴ്സർ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡ്രോ ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, മൾട്ടി ലൈൻ. അതായത് ഈ ഓർഡറിൽ തന്നെ ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, മൾട്ടി ലൈൻ, ഇങ്ങനെ നമുക്ക് ശ്രദ്ധിക്കുക. അടുത്ത പോളി ലൈൻ, പോളിഗൺ, ഇങ്ങനെ നമുക്ക് ലൈൻ്റെ സബ് കമാൻഡ്സ് കംപ്ലീറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ നോക്കുക, ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ ലൈൻ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ കമാൻഡ് ആണെങ്കിൽ നമുക്ക് മെനുവിൽ പോയി ഡ്രോ ലൈൻ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ പോയി ടൂളിൽ പോയി നമുക്ക് ലൈനെ സെലക്ട് ചെയ്യാം. ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഇതിന് എസ്കേപ്പ് ചെയ്യണം. അതേപോലെ തന്നെ കീബോർഡിൽ നമ്മൾ ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താലും അവിടെയും ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. അതേപോലെ ഓരോ കമാൻഡിനെയും നമുക്ക് മെനുവിൽ പോകുന്നത് പോലെ തന്നെ ടൂൾ ബാറിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ കമാൻഡിൻ്റെ അവിടെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ ഓബ്ജക്റ്റ് ഇതാണ്. ഇതേപോലെ ഒരു ഓബ്ജക്റ്റിനെ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ഫസ്റ്റ് ലൈനെ സെലക്ട് ചെയ്യുന്നു, ലൈൻ കമാൻഡ് കൊടുക്കുന്നു. ഒന്നെങ്കിൽ ഇവിടെ പോകാം, അല്ലെങ്കിൽ കീബോർഡിൽ പോകാം. ഇപ്പം ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, നോക്കുക, ഞാൻ സ്ക്രീനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ തന്നെ സെലക്ട് ചെയ്തു. ഇനി ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കുക, ഈ ലൈൻ്റെ ലെങ്ത്, അതായത് റൈറ്റിലേക്കാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഈ ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഐസോമെട്രിക് ഓബ്ജക്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 ആവും. അപ്പം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 30, ഇവിടെ 30. അപ്പോൾ ഞാൻ ഇവിടുന്ന് വരയ്ക്കാൻ പോവുകയാണ്. സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കീബോർഡിലാണ് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. വാല്യൂ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അറ്റ് ദ റേറ്റ് ആദ്യം ടൈപ്പ് ചെയ്യുക. ദെൻ ലൈൻ്റെ ലെങ്ത് അത് ആദ്യം ടൈപ്പ് ചെയ്യുക 60. ദെൻ ലൈൻ്റെ ആംഗിൾ 30 ആണ്, 30. അത് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ലെങ്തിലും ഈ ആംഗിളിലും നമുക്ക് ഫസ്റ്റ് ലൈനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് 90 ഡിഗ്രി ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലൊരു ഓപ്ഷൻ ഉണ്ട്. ഓർത്തോ മോഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. ആ മോഡ് നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓർത്തോ മോഡ് ഓണാണ്. ഓർത്തോ മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ കർസർ എങ്ങനെ കൊണ്ടുപോയാലും 90 ഡിഗ്രിയിലൊരു ലൈൻ നമുക്ക് വരയ്ക്കാനേ സാധിക്കുകയുള്ളൂ. നോക്കുക, സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം സ്ട്രെയിറ്റ് ലൈൻ എങ്ങോട്ടേക്കാണോ അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇവിടെ ഒരു 30 എന്ന് പറയുന്നൊരു ഹൈറ്റിൽ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നോക്കുക, നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷൻ കാണിച്ചിട്ട് 30 എൻ്റർ ചെയ്താൽ മതി. അറ്റ് ദ റേറ്റും ആംഗിളും ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. അങ്ങനെയും ചെയ്യാം. നേരെ മറിച്ച് ഇതാണ് അത്രയും ടൈപ്പ് ചെയ്യാതെ നമുക്ക് എളുപ്പം 30 മാത്രം ടൈപ്പ് ചെയ്ത് കസറിനെ ആ ഡയറക്ഷനിലേക്ക് വെച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 30 mm ഒരു ലൈൻ വരയ്ക്കാൻ സാധിക്കും. ദെൻ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റിലേക്ക്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുവരെ നമ്മൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇനി വരച്ചു പോയായിരുന്നു. അതിന് പകരം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക, ലൈൻ കമാൻഡ് ഞാൻ കീബോർഡ് ഉപയോഗിച്ച് LINE ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ദെൻ എൻ പോയിൻ്റ് ആണ്, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ടോ, ഓൺ സ്നാപ്പ് ഓൺ ചെയ്യാം. എൻ പോയിൻ്റ് സെലക്ട് ചെയ്തു. ഇനി ലെഫ്റ്റിലേക്ക് ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 ആണ്. അറ്റ് ദ റേറ്റ് 45 ആംഗിൾ. ഇനി ഈ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 30 ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 90 ആവും. ഇത് 150 ആണ്. അതായത് ഇത് 0, ഇത് 30, ഇത് 90. ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് 180 ആവും. പിന്നെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് 270 ആവും. പിന്നെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് 360 ആവും. പിന്നെയും 0 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പം 150യിൽ നിന്ന് 30 ലെസ് ചെയ്താൽ മതി. അപ്പോൾ 180യിൽ നിന്ന് 30 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. അപ്പോൾ 150 ആയിരിക്കും. 140 അറ്റ് ദ റേറ്റ് 45 ആംഗിൾ 150 എൻ്റർ ചെയ്തു. നോക്കുക, ഇനി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 45 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓർത്തോ ഓണാണ്. 45 ഓർത്തോ മോഡ് ഓണാണ്. 45 നമ്മൾ ഡയറക്ഷനിലേക്ക് വെച്ച് ടൈപ്പ് ചെയ്താൽ മതി. 45 എൻ്റർ ചെയ്തു. നോക്കുക, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 37 ലെങ്ത്തിൽ 30 ഡിഗ്രിയിൽ, അതായത് ഈ ലൈൻ നമ്മൾ നേരത്തെ പഠിച്ചത് 30 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇതിന് പാരലായിട്ടൊരു ലൈനാണ്. അപ്പം നമുക്കത് എൻ്റർ ചെയ്യാം. അറ്റ് ദ റേറ്റ് 37 ആംഗിൾ
30 ഡിഗ്രിയാണ്. അപ്പോൾ 30 നമ്മൾ എൻ്റർ ചെയ്തു. 37 ആംഗിൾ 30. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നോക്കുക, ഇങ്ങോട്ടേക്കൊരു ലൈൻ ഉണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമുക്ക് ടൂളിൽ പോയി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഡയമെൻഷൻ വിസിബിൾ അല്ല, നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാം. നോക്കാം, ഇത് 30 ആണ്. ഡയമെൻഷൻ പ്രീവിയസിനുള്ള ഇതാണ്, സൂം പ്രീവിയസ്. നോക്കാം, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ 30 ശ്രദ്ധിക്കുക, അറ്റ് ദ റേറ്റ് 30, ലൈൻ്റെ ലെങ്ത് 30 ആംഗിൾ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 360, അതായത് 360ൽ നിന്ന് 30 ലെസ് ചെയ്താൽ എത്ര കിട്ടും, അതായിരിക്കും ഈ ആംഗിൾ. അപ്പം 330 ആണ്. 330 കൊടുത്തു, എൻ്റർ ചെയ്തു. നോക്കുക, ഇത് ശരിയായിട്ടുണ്ട്. ഇനി ഈ ഡയറക്ഷനിലേക്ക് വരയ്ക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 37 ആണ്. അതിന് പകരം നമുക്ക് ഇവിടെ ടെർമിനേറ്റ് ചെയ്യുക. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ കമാൻഡ് പോകും. നമ്മൾ കോപ്പിങ് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. മോഡിഫൈ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ COPY ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി കമാൻഡ് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾ എടുക്കണം. അപ്പം ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൻ്റെ സ്പേസ് കുറയും. അപ്പം അധികം ടൂൾസിനെ നമ്മൾ ഓൺ ചെയ്യാതെ കീബോർഡ് എൻ്റർ ചെയ്തോ മെനു ഉപയോഗിച്ചോ നമുക്ക് പോകാം. അതായത് ഈ ലൈൻ 37 ആയിരുന്നു. അപ്പോൾ അതിന് പാരലായിട്ട് ആ ലെങ്തിൽ തന്നെയുള്ള ലൈനാണിത്. അപ്പോൾ നമുക്ക് ലൈൻ വരയ്ക്കാതെ കോപ്പി ചെയ്യാം. അതിനെ കോപ്പി ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കുക, ഇതിന് പാരലായിട്ടുള്ള ലൈനാണിത്. 30ക്ക് പാരലായിട്ട് ഒരു ലൈനാണിത്. നമുക്ക് ഒരു കമാൻഡ്, നമുക്കിപ്പോൾ ലാസ്റ്റ് കൊടുത്ത കമാൻഡ് കോപ്പി ആയിരുന്നു. ആ കോപ്പി കമാൻഡ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒരു എൻ്ററും കൂടി ചെയ്യാം. നമ്മൾ എങ്ങും ടൈപ്പ് ചെയ്യുകയോ മെനുവിൽ പോവുകയോ ചെയ്യാതെ റീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി കമാൻഡ് വീണ്ടും കിട്ടും. ലാസ്റ്റ് ചെയ്ത കമാൻഡ് വീണ്ടും കിട്ടും. ദെൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ബേസ് പോയിന്റ് ചെയ്ത് വെച്ചു, കൊടുത്തു. നോക്കുക, അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി നോക്കാം, ഇത് 45 ലെങ്താണ്. നോക്കാം, നമുക്കൊന്ന് സൂം ചെയ്യാം. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാലും 15 ആണ്. ഇതും 15 ആണ്. അപ്പോൾ 45നെ 3 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ താഴേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ലൈൻ ടൈപ്പ് ചെയ്തു, താഴേക്ക് 15 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഈ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 45 ആണ്. ആ 45ൽ നിന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടുത്തെ ലെങ്ത് 15 ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പം ഇവിടെ വരെ നമുക്ക് ഓൾറെഡി 30 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു 30 കൂടെ വേണം. അപ്പോൾ അത് കൊടുക്കാം. അറ്റ് ദ റേറ്റ് 30 ആംഗിൾ നേരത്തെ ചെയ്ത പോലെ 330 ആണ് ആംഗിൾ. അതിനുശേഷം ശ്രദ്ധിക്കുക, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വേണം. അതായത് ഈ ലൈനിന് പാരലായിട്ട് നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്താലും മതി. COPY ടൈപ്പ് ചെയ്തു, കോപ്പി ചെയ്തു, ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു. നോക്കുക, അതേപോലെ തന്നെ വീണ്ടും നമുക്ക് കോപ്പി ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് അൺഡു ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കോപ്പി കൊടുത്തു, ആ ലൈനെ, ഈ ലൈനെ രണ്ടിടത്ത് ആവശ്യമുണ്ടോ, ഇവിടെ ആവശ്യമുണ്ട്, ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻ എടുക്കാം. M കൊടുക്കാം, എൻ്റർ ചെയ്യാം, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, എസ്കേപ്പ് ചെയ്തു. വീണ്ടും നമുക്ക് കോപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വീണ്ടും കോപ്പിയിലേക്ക് പോകാം. നോക്കാം, ഈ ലൈനെ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം. അതിനെ സെലക്ട് ചെയ്തു, അതിനെ കോപ്പി ചെയ്തു. അതേപോലെ തന്നെ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുന്ന് 15 mm അങ്ങോട്ടേക്ക് വേണം. അപ്പോൾ അതിനെ 15 mm നമുക്ക് ലൈൻ വരയ്ക്കാം. ലൈൻ LINE കൊടുത്തു, എൻ പോയിന്റ് സെലക്ട് ചെയ്തു, അറ്റ് ദ റേറ്റ് 15 ആംഗിൾ. ഈ ആംഗിൾ നമ്മൾ നേരത്തെ പഠിച്ചു, എത്രയായിരുന്നു എന്ന് നോക്കാം. 150 ആണ്. അതായത് ഇതിന് പാരലായിട്ടുള്ള ലൈനാണ്. അപ്പോൾ 150 കൊടുത്തു, ആംഗിൾ 150 കൊടുത്തു, എൻ്റർ ചെയ്തു. നോക്കുക, ഇനി ഇതെന്ന് പറഞ്ഞാൽ 23 ആണ്. അത് നമുക്കറിയാം, ഇതിന് പാരലായിട്ടാണ്. അപ്പോൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യാം, അറ്റ് ദ റേറ്റ് 23 ആംഗിൾ 30, അതും കൊടുത്തു. ഇനി നോക്കാം, ഈ ലെങ്ത് എന്ന് പറയുന്നത് 45 ആണ്. നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കാം. അറ്റ് ദ റേറ്റ് 45 ആംഗിൾ 150, അതും കൊടുത്തു. ഇനി നോക്കാം, നമുക്ക് ഇവിടെ വെച്ച് ലൈൻ കമാൻഡ് ടെർമിനേറ്റ് ചെയ്യാം. ഇനി നോക്കാം, കോപ്പി ചെയ്യാം. കോപ്പി, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ലൈൻ ഉണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വിസിബിൾ അല്ല, അതുകൊണ്ട് അവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് നോക്കാം. അകത്തേക്കുള്ളത് നമുക്ക് ട്രിം ചെയ്യാം. ട്രിം ചെയ്യാനായിട്ട് വേണമെങ്കിൽ മോഡിഫൈ പോയി ട്രിം കമാൻഡ് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ TRIM ടൈപ്പ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടുള്ളത് കട്ട് ചെയ്തു. വീണ്ടും നമുക്ക് ഈ ഓബ്ജക്റ്റിലേക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു 15 mm സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അത് നമുക്ക് കോപ്പി ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. കോപ്പി കമാൻഡ് ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. ഇവിടെ കോപ്പി ചെയ്തു, സെലക്ട് ചെയ്തു, മൾട്ടിപ്പിൾ ഓപ്ഷൻ എടുക്കാം. അതായത് ഇവിടെയും വേണം, ഇവിടെയും വേണം. എൻ പോയിന്റ് സെലക്ട് ചെയ്തു,
ഇവിടെ സെലക്ട് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ കോപ്പി ചെയ്യാം, ഇങ്ങനെ ചെയ്തു. വീണ്ടും നമ്മൾ നോക്കാം, ഇവിടെ ഒരു 15 mm ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണം. അത് നമുക്ക് കോപ്പി കമാൻഡ് ഉപയോഗിച്ച് അതിനെ തന്നെ എടുക്കാം. നോക്കാം, ഇങ്ങോട്ടേക്ക്, അത് ഈ ഡയറക്ഷനിലേക്ക് ഇനിയൊരു 15 mm ഹൈറ്റിൽ നിന്ന് ഒരു ലൈൻ ഇവിടെ വേണം. അപ്പോൾ വീണ്ടും നമുക്ക് ലൈൻ കമാൻഡ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്താലും മതി. കോപ്പി കൊടുക്കാം, കോപ്പി, എൻ പോയിന്റിൽ നിന്ന് കോപ്പി ചെയ്തു, ഇവിടെ വെച്ചു. നോക്കുക, ഇതേപോലൊരു ഓബ്ജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് ധാരാളം ഓബ്ജക്ട്സ്, എത്ര ഓബ്ജക്ട്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് AutoCAD ചെയ്യാൻ സാധിക്കും. അടുത്തത്, നമ്മൾ ഈ വരച്ച ഈ ഓബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഈ ഓബ്ജക്റ്റിനെയോ നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കാം. പ്ലോട്ടിങ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഫയലിൽ പോവുക, പ്ലോട്ട് എടുക്കുക. നോക്കുക, ഇവിടെ ഇപ്പോൾ പേപ്പർ സൈസ് ആദ്യം പ്ലോട്ടിൽ വരുമ്പോൾ നമ്മൾ പേപ്പർ സൈസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പ്ലോട്ട് നമുക്കൊരു A4 ഷീറ്റിൽ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പേപ്പർ സൈസ് ISO A4 ആണ്. ഇപ്പോൾ അത് കിടക്കുന്ന A4 ആണ്, അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ട. വീണ്ടും നമുക്ക് നോക്കാം, ഇവിടെ എക്സ്റ്റൻസ് കമാൻഡ് ഇടുക. വീണ്ടും നമുക്കിവിടെ ഒരു സ്കെയിൽ 1:1, അതായത് ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം A4 സൈസിൽ ഉൾക്കൊള്ളാത്തൊരു ഡ്രോയിങ് ആണെങ്കിൽ നമുക്ക് 1:1 കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ആ A4 ഷീറ്റിൻ്റെ അകത്ത് നിൽക്കില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ സ്കെയിൽഡ് ടു ഫിറ്റ് കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ ഫാക്ടർ എത്രയാണെന്ന് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ ശ്രദ്ധിക്കുക, നോക്കുക. ഇപ്പോൾ ഓബ്ജക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഈ ബോക്സിൽ വന്നിട്ട് വീണ്ടും നമുക്ക് സ്കെയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ മാറ്റി കൊടുക്കുക. ഇനി നേരെ മറിച്ച് നമ്മുടെ പേപ്പർ സൈസ് കുറച്ചുകൂടെ ബിഗ് ആണെന്ന് വരിക്കും. ഇപ്പോൾ A3 മാറ്റി ഒരു A1 കൊടുക്കാം. A1 സൈസിലാണ്. A1 സൈസിൽ നമുക്ക് 1:1 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ സൈസിൽ ആ ഡ്രോയിങ് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സ്കെയിലിൽ വരിക, 1:1 സെലക്ട് ചെയ്യുക, പ്രിവ്യൂ ശ്രദ്ധിക്കുക. നമ്മുടെ ഓബ്ജക്റ്റ് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നമുക്ക് മതിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ട് കിട്ടും. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മുടെ സ്ക്രീനിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം നമുക്ക് പ്രിൻ്റ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കുക, പേപ്പർ സൈസ് ഏതാണെന്ന് നോക്കുക. A4 മതി എന്നുണ്ടെങ്കിൽ നമുക്ക് A4 സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ A3 സെലക്ട് ചെയ്യുക. ഏതാണോ A3 തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ പാർട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് പാർട്ടാണോ വേണ്ടത്. ഈ ഡ്രോയിങ് കംപ്ലീറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. നേരെ നമ്മൾ വിൻഡോ സെലക്ട് ചെയ്യുക. വിൻഡോ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഓബ്ജക്റ്റ് വേണ്ട, ഈ ഓബ്ജക്റ്റിന് മാത്രം, അല്ലെങ്കിൽ ഈ ഓബ്ജക്റ്റിന് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടുന്ന് ഈ ബോക്സിൻ്റെ അകത്ത് ആ ഓബ്ജക്റ്റ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നോക്കുക, ഇത് വിൻഡോ ആയി. നേരത്തെ എക്സ്റ്റൻസ് ആയിരുന്നു, ഇപ്പോൾ വിൻഡോ ആയി. എന്നിട്ട് ഫുൾ പ്രിവ്യൂ ശ്രദ്ധിക്കുക. പ്രിവ്യൂ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഓബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് ആ ഇത് വന്നിട്ടുണ്ട്. നോക്കുക, അത് 1:1 ആയിരുന്നു. അത് സ്കെയിൽ ടു ഫിറ്റ് വേണമെങ്കിൽ കൊടുക്കാം, സ്കെയിൽ ടു ഫിറ്റ് കൊടുക്കാം. പിന്നെ പ്രിവ്യൂ ശ്രദ്ധിക്കാം. നോക്കുക, ഇപ്പോൾ A4ൻ്റെ അകത്ത് നമ്മുടെ ഡ്രോയിങ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത്. നോക്കുക, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സ്കെയിൽഡ് ടു ഫിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ പേപ്പർ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് നമ്മുടെ ഓബ്ജക്റ്റ് ആ പേപ്പറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ പേപ്പർ സൈസിൽ നമ്മുടെ ഓബ്ജക്റ്റ് ഫിറ്റായി വരും. അതെല്ലാം 1:1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓബ്ജക്റ്റ് ആക്ച്വൽ സൈസിൽ വരും. അപ്പം ഇതൊക്കെയാണ് പ്ലോട്ടിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡ്രോയിങ് ഓറിയൻറ്റേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. 90 ഡിഗ്രി റൊട്ടേഷനാണ് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോർട്രേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്രേറ്റ് സെലക്ട് ചെയ്യാം, പ്രിവ്യൂ നോക്കാം, ശ്രദ്ധിക്കുക. വീണ്ടും മതി എന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് പ്ലോട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് പ്ലോട്ടിലേക്ക് പോവാം. എക്സിറ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലോട്ട് എടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയും കൊടുക്കാം. വീണ്ടും നമുക്ക് പ്ലോട്ട് ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്ലോട്ടറാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ പ്ലോട്ടറിലേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ആ പ്ലോട്ടറിൻ്റെ നമ്പർ ഇവിടെ ഉണ്ടാവും, നമ്മൾ അതിനെ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ദെൻ ഇവിടെ കളർ സെറ്റിംഗ് ഒക്കെ ഇവിടെയാണ്. കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ സെലക്ട് ചെയ്യുക, അതല്ല മോണോക്രോം മതി എന്നുണ്ടെങ്കിൽ മോണോക്രോം സെലക്ട് ചെയ്യുക, എന്നിട്ട് യെസ് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ ശ്രദ്ധിക്കുക, ഓക്കെ കൊടുക്കുക, നമുക്ക് പ്ലോട്ട് എടുക്കാൻ സാധിക്കും.